എല്ലാവർക്കും പരീക്ഷകൾ എളുപ്പമായിരുന്നല്ലേ? നന്നായിട്ട് എഴുതി എല്ലാരും. എങ്ങനെ പേപ്പർ തരണ്ടപ്പോ നല്ല മാർക്കൊക്കെ എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ടോ? ശരി, നോക്കാം. നന്ദിത 49, വരദ 56, സ്നേഹ 68, അനു 46, ആഷിഖ് 38, സീറ്റോ 45, സുൽത്താന 57, പാർവതി 52, വിസ്മയ 70, അക്ഷയ് 49, അഭിഷേക് ഇത് പേപ്പർ വേണ്ടേ? ഇത് 24 മണിക്കൂർ കവന്ന് നടക്കാണ്. എല്ലാ പേരും ഇതുപോലെ തന്നെ കുറെ ദിവസം ശ്രദ്ധിക്കുകയാണ്. എന്താണ് പറ്റിയത് നിനക്ക്? മാർക്ക് കണ്ട കഴിഞ്ഞ വിട്ടേപ്പിന് ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു, മാർക്ക് കുറവായിരുന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശരിയാവുമെന്ന് വിചാരിച്ചതാണ്, എന്നിട്ടും അത് ശരിയായിട്ടില്ല. ഇതുവരെ 24 മാർക്കാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റും, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. എന്താണ് പ്രശ്നം? എവിടെ എമിൻ 78. ഇവരാണ് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. കൺഗ്രാജുലേഷൻസ്. എബിനെ നിന്റെ പേപ്പർ തരാം, നോക്കിയിട്ട് തരാം. എന്നാലും ഈ മാർക്ക് കൊണ്ട് എങ്ങനെ വീട്ടിൽ നിന്ന് കയറും? പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പറയണൊക്കെ എത്ര മാർക്ക്? 40. 78 മാർക്കില്ലേ? നമ്മളൊക്കെ അവസ്ഥയാണെങ്കിൽ എന്റെ വീട്ടുകാരനൊക്കെ അറിഞ്ഞൂടാ. വീട്ടിൽ ചെന്നാൽ ബാക്കി 2 മാർക്ക് എവിടെ നിന്നായിരിക്കും അടുത്തിട്ടാണ്. ഓ അപ്പോഴും ഞാൻ സെക്കൻഡ് ആയിരുന്നു. അഭിഷേക് ഫസ്റ്റ് ടൈം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഷോ ആയിരുന്നു അറിയാം. അഭിഷേക് എന്തോ മാറ്റമുണ്ട്. ശരിയല്ലേ, ഞാൻ മിണ്ടാണ്ട് മൈൻഡ് ഇക്കാര്യം നമുക്ക് ടീച്ചറിനോട് സൂചിപ്പിച്ചാലും ഓക്കെ സ്റ്റുഡൻസ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ടീച്ചർ നമുക്കൊരു കാര്യം പറയാം. ഇപ്പൊ അഭിഷേക് കുറെ നാളായിട്ട് നല്ല മാറ്റമല്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ടീച്ചർ അഭിഷേകിന്റെ ഫസ്റ്റ് ടൈമിന്റെ മാർക്കാണ് ടീച്ചർ ഏറ്റവും കൂടുതൽ മാർക്ക് അടിച്ചാൽ ഇപ്പൊ എന്താ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയെ വിളിക്കാൻ ഇരിക്കുകയാണ്. ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിപ്പോൾ എല്ലാവരും കിട്ടും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനൊന്ന് മാറ്റം. ട്യൂഷനും വരാതെ വൈകി കളിക്കാനും വരാറില്ല. അങ്ങനെ സ്കൂളിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് ഈ ഞായറാഴ്ച വീട്ടിൽ പോയാൽ എനിക്ക് ഞായറാഴ്ച വരാൻ പറ്റും. മാമ കളിക്കില്ല. എനിക്കും പറ്റില്ല. എനിക്ക് ഒട്ടും പറ്റില്ല. എന്റെ വീട്ടിൽ അച്ഛൻ സീന. എനിക്ക് മാത്സിന്റെ ട്യൂഷൻ. ഞാൻ വരാം. നമുക്ക് രണ്ടും
സൈക്കിൾ നിങ്ങളെന്താ ഇതുവഴി? ട്യൂഷൻ കഴിഞ്ഞ അഭിഷേകിന്റെ ഒരു അസൈൻമെന്റ് വാങ്ങാനുണ്ടായിരുന്നു. അവയിലേക്ക് അവയല്ല, അവൻ പുറത്തു വരിക. കേട്ടോ നിങ്ങളിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ല. രാവിലെ ഇവിടെ നിന്ന് പോയതാ. ഇവിടെ പോകണമെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ ഉണ്ടെങ്കിലും മുറിയിൽ കയറി കഥ ഞങ്ങളൊന്നും മിണ്ടാറ് പോലും ഇല്ല. എന്ത് ചോദിച്ചാലും ദേഷ്യം. അവന്റെ ഈ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇപ്പൊ നമ്മളെ അടുത്തും വലുതായിട്ട് മിണ്ടാറൊന്നുമില്ല. അതുകൊണ്ട് അവന്റെ അടുത്തും സംസാരിക്കാനും കൂടെയാണ് നമ്മൾ വന്നത്. എനിക്കറിയില്ല മക്കളെ അവന് എന്താ പറ്റുന്നത്. 2-3 മാസമായിട്ട് ഇങ്ങനെയൊക്കെയാണ് അവൻ പെരുമാറുന്നത്. എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. നല്ല അനുസരിച്ച് നോക്കിയായിരുന്നു. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. എനിക്കറിയില്ല. എന്റെ സൈക്കിള് പുറത്തിരിക്കല്ലേ? അവന്റെ ഒരു ചേട്ടന്റെ കൂടെയാണ് പോകുന്നത്. അവന്റെ കൂടെ കളിക്കാൻ വരുന്നത് ചേട്ടനാണെന്നാണ് പറഞ്ഞത്. ആ ചേട്ടന്റെ കൂടെയാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത്. ആ ചേട്ടന് ആന്റിക്ക് അറിയില്ലേ? അവന്റെ കൂടെ കളിക്കാൻ പോകുന്ന ചേട്ടൻ എന്നാണ് പറഞ്ഞത്. എന്റെ അടുത്തുള്ള കുട്ടിയാണ് അറിയാം. മക്കളെ നിങ്ങൾ അവനോടൊക്കെ സംസാരിക്കണം. ശരി, ഞങ്ങൾ അവനോട് എന്തായാലും സംസാരിക്കണം. ഞാൻ എന്റെ ടീച്ചറിനെ കാണാൻ വരുന്നു. എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. അന്വേഷണം ഇല്ല, നിങ്ങൾ അവനോട് എന്തായാലും സംസാരിക്കണം. ശരി മക്കളെ. മക്കളെ നിങ്ങൾ അവനോടൊക്കെ സംസാരിക്കണം. ശരി, ഞങ്ങൾ അവനോട് എന്തായാലും സംസാരിക്കണം. ഞാൻ എന്റെ ടീച്ചറിനെ കാണാൻ വരുന്നു. എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. അന്വേഷണം ഇല്ല, നിങ്ങൾ അവനോട് എന്തായാലും സംസാരിക്കണം. ശരി മക്കളെ. എന്താ നാളെ ശ്രദ്ധിക്കും. പ്രശ്നം നോക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ. എന്താ ഈ കാര്യം പറയടാ. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളുണ്ടല്ലോ എൻ്റെ കൂടെ. പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നീ കാര്യം പറ. ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല ഈ കാര്യം. ഇല്ല, നീ പറ. എൻ്റെ ജീവിതം ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഞാൻ ഇടയ്ക്ക് കളിക്കാൻ പോയി ഒരു സ്ഥലത്ത്. അവിടെ കുറേ വലിയ ചേട്ടന്മാരുണ്ട്. അവർ നമ്മളിവിടെ കളിച്ചിട്ട് ഞാൻ ആ ചേട്ടനോട് വൈകുന്നേരം കുറച്ച് നേരമൊക്കെ ഒരുക്കും ചേട്ടന്മാരുടെ. അവരോട് സംസാരിച്ച് കുറച്ച് ദിവസമൊക്കെ ആയപ്പോൾ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഉപയോഗിക്കണമെന്ന് തോന്നി. അതങ്ങനെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പം എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എടാ, ഈ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനത്തെ സാധനങ്ങൾ? എടാ, ആദ്യം ചെറിയ സിഗരറ്റിനൊക്കെ തുടങ്ങി, പിന്നെ അത് പതിയെ ഡ്രഗ്സിലോട്ടൊക്കെ മാറി. ഇപ്പം എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനുള്ള പൈസയൊക്കെ നിനക്ക് അവിടെ നിന്ന് കിട്ടും? ആദ്യമൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരുമായിരുന്നു. പിന്നീട് എൻ്റെ ഒരു പൈസ ഇല്ലെന്നൊക്കെ ആയപ്പം എനിക്ക് ഇതില്ലാതെ പറ്റില്ലെന്നായപ്പോൾ അവർ പൈസ ചോദിച്ചു തുടങ്ങി. ഇതിൽ പൈസ ഇല്ലെന്ന് വന്നപ്പം അവർ എൻ്റെ ഒരു സപ്ലയറായിട്ട്
വയ്ക്കാൻ തീരുമാനിച്ച്. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് നിൻ്റെ വീട്ടുകാരെടുക്കും സ്കൂളിലൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എന്തൊരു ചെയ്യുമെന്നൊരു പിടുത്തമായിപ്പോയി. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. ഇത് മുതിർന്ന വെച്ചാൽ ആർക്കെങ്കിലും പറയണം, എങ്കിലേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് വിനീതേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലോ? വേണ്ട, വിനീതേട്ടൻ പറയണ്ട, വേറെ വിഷയമാണ്. പിന്നെ ആർക്ക് പറയാൻ? നമുക്ക് ക്ലാസ് ടീച്ചറിന് പറഞ്ഞാലോ? ടീച്ചറിൻ്റെ അടുത്ത് പറയാനാണ് ഇപ്പം നമുക്ക് ഏറ്റവും പറ്റുക. ടീച്ചറാകുമ്പോൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ടീച്ചറിൻ്റെ അടുത്ത് പറയാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. വേറെ ആരടുത്ത് പറയാൻ പറ്റും? ടീച്ചറിനെ പറഞ്ഞാൽ മതി. ടീച്ചറിനെ പറയാം പോരെ. നീ വിഷമിക്കണ്ട, ശരിയാവും. ടീച്ചറിനെ പറയാം. കേട്ടല്ലോ വീടാ ഇവനാണ് സാറേ, ഇവനാണ് നമ്മുടെ ഇവിടെ സാധനം പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? സാറേ സാധനം വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ക്ലാസ്സിലോട്ട് വന്നത്. അതായത് വളരെ നാളുകളായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ സംഘത്തെ പിടികൂടാനായിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ 4 പേർക്ക് സാധിച്ചിട്ടുണ്ട്. അവരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പൊ അത് മാത്രമല്ല, ഇവരുടെ ഈ പ്രവർത്തനം നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അവരുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് ഒരു വലിയ കണ്ണിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് പുതുതലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ നാടിന് ഉത്തമരാകുന്ന പൗരന്മാരായിട്ട് മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. Say no to drugs. Stay away from drugs. പല 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 വഴി പാഞ്ഞിടുമ്പോൾ കാലം കലപില പോകുമ്പോൾ ചില വഴിയിൽ ചെന്നെത്തിയിടുമ്പോൾ പണി കിട്ടാം പിടിവീഴാം എന്നെന്നും ഓർക്കാമൊന്ന് ഒന്നായി പറയണമൊന്ന്. Say no to drugs. Stay away from drugs. Do you wanna meet your end? Keep it in your mind. Say no to drugs.